നേര്യമംഗലം ചെമ്പൻകുഴിയിൽ കാട്ടാന ശല്യം അതിരൂക്ഷം. പ്രദേശത്തെ വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നതായി നാട്ടുകാർ പരാതിപ്പെടുന്നു. കോതമംഗലം കട്ടപ്പന പാതയിൽ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ കാട്ടാനകളുടെ ആക്രമണത്തിൽ നിന്ന് ബൈക്ക് യാത്രികരും കാർ യാത്രക്കാരും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. നഗരംപാറ ഫോറസ്റ്റ് സ്റ്റേഷന് സമീപമാണ് കാട്ടാനകൾ എത്തുന്നത് എന്നതാണ് കൗതുകം. രാഹുൽ സുരേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ. എറണാകുളത്ത് നിന്നും കട്ടപ്പനയിലേക്ക് പോകുന്ന പ്രധാന പാതയിലാണ് നമ്മളുള്ളത്. ചെമ്പൻകുഴി എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. അതിരൂക്ഷമായ കാട്ടാന ശല്യം ഉള്ള ഒരു പ്രദേശം കൂടിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ 2 തവണയാണ് ഇതേ പ്രദേശത്ത് കാട്ടാന എത്തുകയും വ്യാപകമായി കൃഷി നശിപ്പിച്ച് കയറിപ്പോകുകയും ചെയ്തത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഇവിടെ എത്തിയ കാട്ടാനയുടെ ദൃശ്യങ്ങൾ നമുക്കൊന്ന് ആദ്യം കാണാം. ഓരോ തവണയും ജനവാസ മേഖലയിൽ എത്തുന്ന കാട്ടാനക്കൂട്ടം വലിയ കൃഷിനാശം വരുത്തിയാണ് കാട് കയറാൻ തയ്യാറാകുന്നത്. ഈ കാണുന്ന ദൃശ്യം ഒരു മലവെള്ളപ്പാച്ചിലിൽ തകർന്നു കിടക്കുന്ന അല്ലെങ്കിൽ കടപുഴുകി കിടക്കുന്ന ഒരു പനയല്ല, മറിച്ച് ഇന്നലെ രാത്രിയിൽ കാട്ടാനക്കൂട്ടം ഈ പ്രദേശത്തെത്തി തലകീഴാക്കി മറച്ചിട്ടിരിക്കുന്ന ഒരു പനയുടെ ദൃശ്യങ്ങളാണ് കാണുന്നത്. അതിൻ്റെ അകത്തുള്ള ചോറ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നിലം പൊത്തിയ ശേഷം മറച്ചിട്ട ശേഷം പൊട്ടിച്ച് അതിൻ്റെ അകത്തുള്ള ചോറ് ഭക്ഷിച്ച ശേഷം തിരികെ മടങ്ങുന്ന കാഴ്ചയുള്ളത്. ഇവിടുത്തെ കർഷകരൊക്കെ വലിയ ആശങ്കയിലാണ്. ആ കാണുന്ന കൊക്കോയ് ഉൾപ്പെടെ തകർത്ത് തരിപ്പണമാക്കിയിട്ടേക്കുന്ന കാഴ്ചയാണ്. ഇത് ഇന്നലെ രാത്രിയിൽ മാത്രം ഉണ്ടായ കാഴ്ചയല്ല, പക്ഷേ ഇതിന് സമാനമായിട്ടുള്ള സാഹചര്യമാണ് എല്ലാ ദിവസവും ഉണ്ടാകുന്നതെന്നാണ് ഈ പ്രദേശവാസികൾ പറയുകയും ചെയ്യുന്നത്. നമ്മളിവിടെ ചെയ്യുന്നത് ഈ ഭാഗത്തുള്ള ഒരു കർഷകനാണ്. ചേട്ടാ, മണ്ണിൽ പണിയെടുത്ത് ജീവിക്കുന്ന സാധാരണക്കാരാണ് ഇവിടെ ഉള്ളത്, പക്ഷേ അവർക്കാണ് ഇത്തരത്തിലൊരു ദുർഗതി ഉണ്ടാകുന്നത്. ജീവിക്കാൻ നിർവാഹമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കാൻ നിർവാഹമില്ല. രാവിലെ ആണെങ്കിലും റബ്ബർ വെട്ടിയാണ് ജീവിക്കണമെന്നുള്ള ഒരു ഇതുണ്ട്. പകൽ സമയത്ത് 7 മണിക്ക് ശേഷമൊക്കെയാണ് ആന പറമ്പിൽ നിന്ന് കയറി പോകുന്നത്. നാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരം പോലും ഇല്ലാത്ത ഒരവസ്ഥയിലാണ്. അതുപോലെ തന്നെ കവുങ്ങും ഇതൊന്നും ഇല്ലാത്ത ഒരവസ്ഥയിലാണ് ഇപ്പം ഞങ്ങളുടെ ജീവിതം. ഫെൻസിംഗ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നത് അത് ഈ പെരിയാറിന്റെ തീരത്തല്ലേ? പെരിയാറിന്റെ തീരത്ത് മാത്രം ഫെൻസിങ് വന്നിട്ട് കാര്യമില്ല. കാഞ്ഞിരവേലിയിൽ നിന്ന് കയറുന്ന ആനകൾ വേറെ പല സ്ഥലത്തോടെയും ഫെൻസിങ് കൂടാത്ത വസ്തുത്തോടെ കയറി നാശോഷാക്കുവാണ്. ഈ രീതിയിൽ നാട് പോവുകയാണെങ്കിൽ ജനങ്ങൾ വേണ്ട, മൃഗങ്ങൾ മാത്രം മതി എന്നുള്ള ഒരു രീതിയാണ് ഇപ്പോൾ ഈ നാടിൻ്റെ പോക്ക്. പട്ടയഭൂമിയാണ് ഏറ്റവും കൂടുതലുള്ളത്. ആ പട്ടയഭൂമിയിലാണ് ഇത്തരത്തിലൊരു ദുർഗതി വരുന്നതെന്നാണ് പറയുന്നത്. ഈ ചേട്ടൻ സൂചിപ്പിച്ച പോലെ തന്നെ ഫെൻസിംഗ് ഒക്കെ ഉണ്ട്, പക്ഷെ അത് പെരിയാർ തീരത്താണ്. പെരിയാറിൽ നിന്നും ഈ ഭാഗത്തേക്ക് ഏതാണ്ട് കുറച്ചധികം ദൂരമുണ്ട്. ഇവിടെ എത്തുന്ന കാട്ടാനക്കൂട്ടം അവിടെ ഫെൻസിംഗ് ഉള്ളതുകൊണ്ട് ആ ഭാഗത്തൂടെ പോകാറില്ല എന്നാണ് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഫെൻസിംഗ് പേരിന് വേണ്ടി മാത്രമാണ്. കാട്ടാന ശല്യം അതിരൂക്ഷമായി അതുപോലെ തന്നെ തുടരുന്നു എന്നാണ് എടുത്തു പറയേണ്ട കാര്യം. വീഡിയോ ജേർണലിസ്റ്റ് ജിതി മാങ്ങാനത്തിനൊപ്പം റിപ്പോർട്ടർ രാഹുൽ സുരേഷ്, റിപ്പോർട്ടർ ഇടുക്കി.